What God has joined together, let no one separate. Inspired by Isaac and Rebecca, a love-guided faith and obedience, St. Mary's Syro Malabar Church, Long Island, proudly presents Divine Promise and Covenant Love. സഹൃദയരെ, സെന്റ് മേരീസ് സീറോ മലബാർ ചർച്ച്, ലോങ് ഐലൻഡ്, ന്യൂയോർക്ക് വിനയപുരസ്സരം അവതരിപ്പിക്കുന്നു ദൈവിക വാഗ്ദാനവും ഉടമ്പടി സ്നേഹവും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഏടുകളിൽ നിന്നും അടർത്തിയെടുത്ത ഈ എളിയ കലോപഹാരം സദയം സ്വീകരിച്ചാലും. Abraham believed God and walked faithfully in his promises. This is the beautiful story of love found by the well. After Sarah died at the age of 127, Abraham grieved deeply. But in time, the moment came for Isaac to find a wife. In one of Scripture's most remarkable love stories, Abraham sent his servant on a journey to find a bride for his son, Isaac. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും എന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, അങ്ങയുടെ ദാസനായ ഇസ്ഹാക്കിന് ചേർന്ന ഇണയെ കണ്ടെത്തുവാൻ എൻ്റെ ഭൃത്യനായ ഏലിയാസറിനെ സഹായിക്കണമേ. അപ്പൻ എന്നെ അന്വേഷിച്ചോ? മകനെ, നിന്നെ കാണാനില്ലല്ലോ. അമ്മ നമ്മളെ വിട്ടുപോയതിൽ പിന്നെ ഒരു ഉന്മേഷവുമില്ല. ഈ സങ്കടം മാറ്റാൻ ഞാൻ കുറച്ചു കാലം നെഗബിൽ പോയി താമസിച്ചോട്ടെ. മകനെ, നിന്റെ ഇഷ്ടം നടക്കട്ടെ. നമ്മുടെ ചാർച്ചക്കാരിൽ നിന്നും നല്ലൊരു പെൺകുട്ടിയെ നിനക്ക് ഭാര്യയായി ഞാൻ കണ്ടെത്താം. എല്ലാം അപ്പൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ. പോയി വരൂ മകനെ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. അങ്ങെന്നെ വിളിച്ചോ? യജമാനത്തി പോയതിൽ പിന്നെ ഈ വീട്ടിൽ ആർക്കും ഒരു സന്തോഷവുമില്ല. ഈ വിഷമഘട്ടത്തിൽ ഇസ്ഹാക്കിന് ഒരു കൂട്ടുണ്ടായിരുന്നെങ്കിൽ. നമ്മുടെ ചുറ്റിലും എത്രയോ നല്ല പെൺകുട്ടികളുണ്ട്. അത് പറ്റില്ല. ഇസ്ഹാക്കിൻ്റെ ഭാര്യ എൻ്റെ ചാർച്ചക്കാരിൽ നിന്ന് തന്നെ വേണം. ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാനാന്യരുടെ പെൺമക്കളിൽ നിന്നും അവൻ്റെ ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് നിന്റെ കൈ എൻ്റെ തുടയുടെ കീഴേ വെച്ച് സത്യം ചെയ്യുക. ആ പെൺകുട്ടിക്ക് ഇങ്ങോട്ട് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ അങ്ങ് മകനെ അങ്ങോട്ടയക്കുമോ? ഒരിക്കലുമില്ല. എന്നെ ഈ നാട്ടിൽ എത്തിച്ചവനും ഈ ഭൂമി എൻ്റെ സന്തതികൾക്ക് വാഗ്ദാനം ചെയ്തവനുമായ കർത്താവ് നിനക്ക് മുമ്പേ അവൻ്റെ ദൂതനെ അയക്കും. നീ അവളെ കണ്ടെത്തുകയും ചെയ്യും. എന്നാൽ ആ പെൺകുട്ടിക്ക് ഇങ്ങോട്ട് പോരാൻ ഇഷ്ടമില്ലെങ്കിൽ നീ ഈ ശപഥത്തിൽ നിന്നും വിമുക്തനായിരിക്കും. ഞാൻ ശപഥം ചെയ്യുന്നു പ്രഭു. പോകുമ്പോൾ ഒട്ടകങ്ങളും വിലപിടിച്ച വസ്ത്രങ്ങളും ആവശ്യത്തിന് സ്വർണവും കൊണ്ടുപോയി കൊള്ളുക. നാഹോറിലേക്കുള്ള വഴി ഇതാണോ? അവിടെ ചെല്ലുമ്പോൾ വലത്തോട്ടുള്ള ആ വഴിയിലേക്ക് തിരിഞ്ഞാൽ മതി. നാഹോറിലേക്ക് ഇനി എത്ര ദൂരമുണ്ടെന്നറിയാമോ? ഇനി അധിക ദൂരമില്ല. ആരെ കാണാന്? ബത്തുവേലിന്റെ വീട്ടിൽ പോകാനാണ്. ഓ, അതിവിടെ അടുത്ത് തന്നെയാ. എൻ്റെ കർത്താവേ, എൻ്റെ ദൗത്യം വിജയിപ്പിക്കണമേ. പെൺകുട്ടികൾ വെള്ളം കോരാൻ വരുന്നുണ്ട്. ഞാൻ വെള്ളം ചോദിക്കുമ്പോൾ എനിക്ക് കുടിക്കാൻ തരുന്നവളും നിന്റെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം തരാമെന്ന് പറയുന്ന പെൺകുട്ടിയായിരിക്കട്ടെ അങ്ങയുടെ ദാസനായ ഇസഹാക്കിന് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നവൾ. ഇദ്ദേഹത്തെ നമ്മൾ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എന്തെങ്കിലും സഹായം ചോദിച്ചാൽ എനിക്ക് സമയമില്ല. എൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാവല്ലോ. എന്തു പറ്റി? ദയവായി നിന്റെ കൂടത്തിൽ നിന്നും അല്പം വെള്ളം കുടിക്കാൻ തരിക.
പ്രഭു, കുടിച്ചാലും. അങ്ങയുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാം. നീ ആരാണ് മകളെ? ഞാൻ ബെതുവേലിന്റെ മകൾ റെബേക്ക. എനിക്കൊരു സഹോദരനുമുണ്ട്, ലാബാൻ. എനിക്കും എൻ്റെ ഒട്ടകങ്ങൾക്കും താമസിക്കാൻ ഇടമുണ്ടോ? തീർച്ചയായും. കർത്താവ് എൻ്റെ യാത്ര ശുഭകരമാക്കിയിരിക്കുന്നു. അവിടുത്തെ കാരുണ്യം എൻ്റെ യജമാനനിൽ നിന്നും പിൻവലിച്ചിട്ടില്ല. അവിടുന്ന് ആരാണ്? ഞാൻ നിങ്ങളുടെ ചാർച്ചക്കാരനായ അബ്രാഹത്തിൻ്റെ ഭൃത്യനാണ്. അദ്ദേഹത്തിന് ഒരു മകനുമുണ്ട്, ഇസഹാക്ക്. ഞാൻ വേഗം പോയി വീട്ടിൽ അറിയിക്കട്ടെ. അങ്ങാണോ ഞങ്ങളുടെ അതിഥി? വീട്ടിലേക്ക് പോരൂ. ഒട്ടകങ്ങളുടെ കാര്യം എൻ്റെ ഭൃത്യം നോക്കിക്കോളൂ. ഇതാര് തന്നതാണ് മകളെ? നമ്മുടെ ചാർച്ചക്കാരനായ അബ്രാഹത്തിന്റെ ഭൃത്യൻ തന്നതാണ്. അദ്ദേഹത്തിന് പ്രായമായ ഒരു മകനുമുണ്ട്. ദൈവം എത്ര നല്ലവനാണ്. എൻ്റെ ചാർച്ചക്കാരെ പറ്റി അറിയാൻ സാധിച്ചല്ലോ. എന്നിട്ട് അദ്ദേഹം എവിടെ? ലാബാൻ ഇപ്പോൾ അവരെ കൂട്ടിക്കൊണ്ടുവരും. അബ്രാഹാം സുഖമായിരിക്കുന്നോ? എൻ്റെ യജമാനത്തിയുടെ മരണശേഷം അപ്പനും മകനും അതീവ ദുഃഖത്തിലാണ്. അപ്പോൾ ഇസഹാക്കിന്റെ വിവാഹം? യജമാനൻ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നും അവനുള്ള ഭാര്യയെ കൊണ്ടുചെല്ലാൻ എന്നെ ശപഥം ചെയ്ത് വിട്ടതാണ്. അങ്ങനെ കിണറ്റുകരയിൽ വെച്ച് കർത്താവ് താങ്കളുടെ മകളെ എനിക്ക് കാണിച്ചു തന്നു. ശരി, നമുക്കിനി ഭക്ഷണം കഴിച്ചിട്ട് സംസാരിക്കാം. ഇല്ല, വന്ന കാര്യം തീർപ്പാക്കാതെ ഞാൻ ഒന്നും കഴിക്കുകയില്ല. ഈ വിവാഹത്തിന് നിനക്ക് സമ്മതമാണോ മകളെ? എനിക്ക് സമ്മതമാണ്. എന്നാൽ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. ഞങ്ങളെ ഇനി പോകാൻ അനുവദിക്കണം. യജമാനൻ അവിടെ കാത്തിരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞു പോയാൽ പോരെ? ഇല്ല, വൈകിയാൽ യജമാനൻ വിഷമിക്കും. എന്നാൽ വേഗം വേണ്ട ഒരുക്കങ്ങൾ ചെയ്യൂ. എങ്കിൽ നമുക്ക് ഇവളെ സന്തോഷത്തോടെ യാത്ര അയക്കാം. നീ ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും അമ്മയായി തീരട്ടെ. തങ്ങളെ വെറുക്കുന്നവരുടെ വാതിലുകൾ നിന്റെ സന്തതികൾ പിടിച്ചെടുക്കട്ടെ. അതാരാണ് ആ നടന്നു വരുന്നത്? അതാണ് എൻ്റെ യജമാനന്റെ മകൻ ഇസഹാക്ക്. ഇവരെല്ലാം ആരൊക്കെയാണ്? അങ്ങയുടെ പിതാവിൻ്റെ ആഗ്രഹപ്രകാരം കർത്താവിൻ്റെ ഹിതമനുസരിച്ച് അങ്ങയ്ക്ക് വേണ്ടി കണ്ടെത്തിയ ഭാര്യയാണ് ഇവൾ റബേക്ക. എൻ്റെ അമ്മയുടെ കുടീരത്തിൽ പോയി അനുഗ്രഹം വാങ്ങണം. വരൂ. പ്രഭു, അങ്ങ് ഞങ്ങളെ വിളിപ്പിച്ചോ? നിങ്ങൾ പോയി വേണ്ട ഒരുക്കങ്ങൾ ചെയ്യും. കർത്താവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ചാർച്ചക്കാരിൽ നിന്ന് നല്ലൊരു പെൺകുട്ടിയെ ഇസഹാക്കിന് കിട്ടിയല്ലോ. എല്ലാം കർത്താവിൻ്റെ കാരുണ്യം. എൻ്റെ സാറായുടെ ആഗ്രഹവും അതുതന്നെയായിരുന്നു. ബന്ധുക്കളെയെല്ലാം സ്വീകരിച്ചിരുത്തുന്നു. ചെറുക്കനും പെണ്ണും തയ്യാറായോ? അവർ അമ്മയുടെ ശവകുടീരത്തിൽ അനുഗ്രഹം മേടിക്കാൻ പോയിരിക്കുകയാണ്. ഇതാ അവരെത്തിക്കഴിഞ്ഞു. നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞ് ഇതൊരാഘോഷമാക്കാം.
ഏബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിണമിച്ചു. വിവാഹം ഒരു കൂദാശയാണ്. ദൈവഹിതമനുസരിച്ച് വിശ്വാസത്തിലും പാരമ്പര്യത്തിലുമുള്ള നല്ല കുടുംബങ്ങൾ ഉണ്ടാകുവാനും വിശ്വാസമുള്ള നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രചനാ സംവിധാനം ലിസി കൊച്ചുപുരയ്ക്കൽ, സാങ്കേതിക സഹായം ടോണി നമ്പ്യാപറമ്പിൽ. താങ്ക് യു.